ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കുക, ഇല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് എടുക്കാം. ഓറക്കിൾ കാർഡ് എടുത്തതിന് ശേഷം ടാരറ്റ് കാർഡ് എടുക്കാം. ടാരറ്റ് എടുക്കുമ്പോൾ ഞാൻ 3 എടുക്കുന്നത്. ഒന്ന്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എടുക്കും. പിന്നെ നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് അതർ പേഴ്സണെ കുറിച്ച് എടുക്കും. പിന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഓറക്കിൾ കാർഡ് നോക്കാം. ഓറക്കിൾ കാർഡിനകത്ത് എനിക്ക് 3 കാർഡ് കിട്ടി. ഒന്ന് പാരഡൈസ്, രണ്ടാമത്തത് ഹീലിംഗ് ഹാർട്ട്, മൂന്നാമത്തത് അസെൻഡിങ്. ഓക്കെ, എനിക്ക് നിങ്ങളിവിടെ ഈ കാർഡ് വന്നപ്പോൾ നിങ്ങളൊരു സമാധാനം ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. ഒരു പീസ്ഫുൾ ലവിങ് സ്പേസ് നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. യു ഡിസർവ് ഇറ്റ് ആൾസോ. ഓക്കെ, ഹീലിംഗ് കാർഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള ഹീലിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇക്കിളാണ്, ഇടയ്ക്കിടയ്ക്ക് അതാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. രാവിലെ മുതൽ തുടങ്ങിയതാണ്, ഒരു മാറ്റവും ഇല്ല. ഞാൻ ശ്വാസമൊക്കെ പിടിച്ചിരുന്ന് നോക്കി, എന്നിട്ടത് മാറുന്നില്ല. ഓക്കെ, എന്നാലും അത് വെച്ചിട്ട് പറയാം, നിങ്ങളിന്നൊന്ന് സഹിക്കുക. വെരി സോറി കേട്ടോ. അപ്പോൾ ഹീലിംഗ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ഹീലിങ്ങിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യം ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അസെൻഡിങ് ആണ്, താഴോട്ടല്ല. നിങ്ങൾ മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോത്താണ് കാണുന്നത്, റൈസിങ് എബോവ്. ഓക്കെ, എലിവേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലിലോട്ടാണ്, നേരെ മുകളിലോട്ടാണ് എലിവേഷൻ. കയറി പോകുന്നുണ്ട്, താഴോട്ട് ഇറങ്ങി അല്ല വരുന്നത്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഹീലാകാൻ തുടങ്ങുന്നുണ്ട്. ഇമോഷണലി എനിക്ക് സമാധാനം വേണം എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നല്ലതാണ്, ഇറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ. ഓക്കെ, കീപ്പ് ഇറ്റ് അപ്പ്. അടുത്തത് നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ്. വ്യൂവേഴ്സിൻ്റെ എനർജി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇതിൽ മേജർ ആർക്കാന കാർഡൊന്നും വന്നിട്ടില്ല. അതായത് മേജറായിട്ട് നിങ്ങൾ ഡെസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല, മേജർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ ഫീലിംഗ് ആണിപ്പോൾ, മനസ്സിലായോ? നിങ്ങൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തുമാത്രം ടൈമും എനർജിയും അല്ല ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ ടൈമും എനർജിയും എല്ലാം വെറുതെ ആയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഓക്കെ, ടോറസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാര്യങ്ങളിങ്ങനെ മാറി ചിന്തിച്ച് തൂക്കി നോക്കുകയാണ്. ഇതിലാരാണ് ശരി? ഞാനാണോ, അയാളാണോ, അല്ലെങ്കിൽ അവളാണോ തെറ്റ്? അവളാണോ ശരി, ഞാനാണോ തെറ്റ്? അങ്ങനെ പലതും. അപ്പോൾ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ചില ആളുകൾ ഫോറിൻ ജേണിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഏരീസാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ സൈഡിൽ ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിങ്ങനെ വാളെടുത്ത് നിൽക്കുവാണ്,
ഭയങ്കര ഡിറ്റാച്ച്മെൻ്റാണ്, വ്യക്തമായ ആലോചനയിലാണ്. നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വേണം എന്ന് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ലിബ്ര, കാപ്രിക്കോൺ ആൻഡ് എക്വേറീസ് ആണ്. അപ്പോൾ അതുമാത്രമല്ല, 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. 5 ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ടെൻസ്ഡ് ആണ് കുറച്ച്. ഓക്കെ, മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്ന് നിങ്ങൾ ടെൻസ്ഡ് ആണ്. അവരാണോ ജയിച്ചത്, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ ആക്ഷനൊന്നും ഇല്ല, ചിന്തകളാണ്. ഡിറ്റാച്ച്മെൻറ്റ് സ്റ്റേജാണ്. ഓക്കെ, ഒരു ഗ്രേ ആൻഡ് ബ്ലൂ കളറാണ് മുഴുവൻ കാർഡിനും. ഗ്രേ ആൻഡ് ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ബാലൻസ് ആവശ്യമുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ബ്ലൂ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്, പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പലതും ചിന്തിച്ചിട്ട് മനസ്സിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നിങ്ങളും ആളും തമ്മിലുള്ള എനർജിയാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇവിടെയും ആക്ഷൻസ് ഒന്നുമില്ല, ചിന്തകൾ മാത്രമേ ഉള്ളൂ. ചിന്തിച്ച് കൂട്ടുകയാണ് രണ്ടുപേരും കൂടെ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ബ്ലോക്കാണ്, പരസ്പരം സംസാരിക്കുന്നില്ല. 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ലാത്തൊരവസ്ഥയാണ്. ആരോടൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന്. നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മാത്രം ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും പലരോടും ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, ഒരു അഡ്വൈസ് ചോദിക്കുന്നുണ്ട് വീണ്ടും. ഓക്കെ, എടുത്ത ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ ഒരു ട്രഡീഷൻ, കമ്മിറ്റ്മെൻറ്റ്, പാരമ്പര്യം, കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഒരു 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇവിടെ പരസ്പരം മിണ്ടാതെ ഒഴിഞ്ഞ് മാറി നടക്കുന്ന 2 പേരുടെ എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല നൈസായിട്ട് മാറി നിൽക്കുന്നു. ഓക്കെ, ഒന്നും കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല, കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ഇപ്പോൾ വിചാരിച്ചിട്ടില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നുള്ളൊരു സ്ഥിതിക്ക് പരസ്പരം കാണാതെ മാറി നിൽക്കുന്ന 2 പേരെയാണ് എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരും നിങ്ങളും ഇപ്പോൾ വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നിനും നിൽക്കാതെ എനിക്ക് കുറച്ചും കൂടെ കാശുണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണം, വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യണം, എനിക്കൊരു ബേസ് ഉണ്ടാക്കണം എന്നുള്ള രീതിക്കാണ് 2 പേരും ഇപ്പോൾ പല ഡിസിഷൻസും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, മാറി നിൽക്കുന്നുണ്ട്, ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ തമ്മിലുള്ളൊരവസ്ഥ. അടുത്ത് നമുക്ക് അവരുടെ എനർജി നോക്കാം. ഇവിടെ നിങ്ങൾ വാളെടുത്ത് നിൽക്കുന്നതാണെങ്കിൽ അപ്പുറത്ത് വന്നിരിക്കുന്നത് വാൺസ് ആണ്. അതായത് ക്യൂൻ ഓഫ് വാൺസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ നിങ്ങളോടൊരു സ്ട്രോങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന്, ഒരു പുതിയ തുടക്കം വേണം എന്നുമൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഒരു അട്രാക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ്. നമ്മളിപ്പം ഒരാളിൻ്റെ പുറകെ നിന്ന് പോകുമ്പം അവർ മാറിപ്പോകും നമ്മുടെ അടുത്ത് നിന്ന്. പക്ഷെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ജെന്യൂനായിട്ട് എന്തെങ്കിലും ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു അട്രാക്ഷൻ, അവർക്ക് തിരിച്ചിങ്ങോട്ട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ തോന്നും. ഇപ്പം നിങ്ങൾ മാറി നിൽക്കുന്നു, നിങ്ങൾ വാളെടുത്ത് നിൽക്കുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നു. അതാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഓക്കെ, അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങിത്തെളിയും എന്നവർ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറും. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഭാവിയിൽ ശോഭനമായ കാര്യങ്ങൾ നടക്കും എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. മാത്രമല്ല
എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ്ഡ് ആവണം, ഒന്ന് സെറ്റിലാവണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഹാർമണി, ഒരു സന്തോഷം, നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നു. ഇതിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ചിന്തിക്കാൻ? നിങ്ങളെ അവരല്ലേ കളഞ്ഞിട്ട് പോയത്? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അവരാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്നിരുന്നാലും ഇപ്പം അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിക്കണം, എല്ലാത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരണം. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അവർ ഓർമ്മിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. തീരുമാനമെടുത്തത് ശരിയായില്ലേ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. ഇതെല്ലാം ചിന്തകളാണ് കേട്ടോ, ആക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാം. ഇതെല്ലാം ചിന്തകളാണ്, ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നിങ്ങളും ഇവിടെ ചിന്തിച്ചോളൂ, അവരും അവിടെ ചിന്തിക്കും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പം എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എനർജി. ആളെന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോയി മിണ്ടാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, ആൾ വരട്ടെ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കീപ് കാം ആൻഡ് ഇനി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.